ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ എങ്ങനെയാണ് നോട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ നോക്കണത്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ വരെ കറണ്ട് അഫയേഴ്സ് നോട്ട് എഴുതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് മാത്രം നോക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് ഇതുപോലെ നോട്ട് എഴുതി പഠിക്കാനുള്ള ടൈം കിട്ടൂല. അപ്പം നമ്മൾ ഈ ക്വാണ്ടും റീസണിങ് ഇംഗ്ലീഷ് മാത്രം നോക്കുന്നതും അതുപോലെ തന്നെ മെയിൻസ് മോക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ഭയങ്കര ടെൻഷനിലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി സമയം കളയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് ഞാൻ വീക്ക്ലി PDF ആണ് നോക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ നമുക്ക് സമയമുണ്ട്, ഇനി എക്സാം വരാൻ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഡെയിലിയുള്ള നോട്ട് കറണ്ട് അഫയേഴ്സ് നോട്ട് എഴുതി പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന് നോട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. ഞാൻ അഫയേഴ്സ് ക്ലൗഡിലാണ് കറണ്ട് അഫയേഴ്സ് നോക്കാറുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ അറിയാം കുറേ ന്യൂസ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സ് മാത്രം ഉപയോഗിക്കട്ടോ. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അത് മാത്രം നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ PDF ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫയേഴ്സ് ക്ലൗഡ് പോലുള്ള സൈറ്റൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് കൂടി പോയാൽ രണ്ട്, കൂടുതൽ നോക്കാൻ പോകരുത്. നമുക്കെല്ലാം കൂടെ കൺഫ്യൂഷൻ ആകും. കാരണം കുറേ ന്യൂസ് വരും. നമ്മൾ ഒരു സൈറ്റിൽ കാണുന്ന ന്യൂസ് ആയിരിക്കില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്, കുറേ ന്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നോ കൂടി പോയാൽ രണ്ട്, ഈ രണ്ട് സോഴ്സിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് നോക്കാൻ പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി കറണ്ട് അഫയേഴ്സിന് ഞാൻ നോട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അഫയേഴ്സ് ക്ലൗഡിൻ്റെ സൈറ്റിൽ പോയിട്ട് ഏത് ഡേറ്റിലുള്ള കറണ്ട് അഫയേഴ്സ് ആണോ അതെടുക്കും. നമുക്ക് കുറേ ഉണ്ടാവും ന്യൂസ്. ഓൾറെഡി കുറേ ന്യൂസ് ഉണ്ട്. ഒരു ന്യൂസിനകത്ത് തന്നെ കുറേ കണ്ടൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് വായിക്കുക കേട്ടോ. വായിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് മാത്രം 2-3 പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കും. കുറേ കാണും, നമ്മൾ ഒരുപാട് വായിച്ച് സമയം കളയണ്ട. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നോട്ട് ചെയ്യാം. പിന്നെ RBIയുടെ ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എന്തായാലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാടൊന്നും എഴുതുക, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പാർട്ട് മാത്രം നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇപ്പോൾ RBIനെ പറ്റി എഴുതുന്നത്, അപ്പോൾ RBIയുടെ കറണ്ട് ഗവർണർ സഞ്ജയ് മൽഹോത്ര, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ന്യൂസ് വരുമ്പോൾ ജസ്റ്റ് അതിൻ്റെ താഴെ ഡയറക്ടർ ജനറലും അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അങ്ങനെയും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മളത് വായിക്കുന്ന സമയത്ത് അതും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓരോ കൺട്രീസിലും പുതിയ പ്രസിഡൻറ്റിനെയൊക്കെ വരുമല്ലോ, ആ ഒരു ടൈം അങ്ങനെയുള്ള ന്യൂസൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ജസ്റ്റ് 1 ലൈൻ ന്യൂസാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നമ്മൾ വായിക്കുന്ന സമയത്ത് അതുകൂടെ ഒന്ന് വായിച്ചു പോകാം. പിന്നെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് അത് അത്ര വലുതായിട്ട് നോട്ട് ചെയ്യുന്നില്ല. പിന്നെ സ്പോർട്സിൻ്റെ ഇവിടെ വരുമ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് നാഷണൽ ലെവൽ ബീച്ച് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് എന്ന് പറയുന്ന ന്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. അതായത് ഇന്ത്യാസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ബാക്കി വരുന്നത് ഇതുപോലെയുള്ള സ്പോർട്സിൽ നിന്ന് ചെറിയ ന്യൂസ്. ഇപ്പോൾ ഒരുപാടൊന്നും നമുക്ക് നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ എഴുതി പോയാൽ മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഡേയ്സിൽ തന്നെ ഒരു ദിവസം തന്നെ അതായത് പല ഇത് വരും. അപ്പോൾ ഈ ഒരു മെയ് 27 തന്നെ ഇൻ്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻ ഡേ ആണ്. അതുപോലെ തന്നെ വേൾഡ് തൈറോയിഡ് ഡേ ആണ്. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയ് 27 എന്ന് എഴുതിയിട്ട് ഇത്രയും സംഭവങ്ങൾ എഴുതാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ഡേയിൽ പ്രത്യേക തീമുണ്ട്. ആ ഒരു തീം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ല. ഒരുപാട് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നില്ല. അപ്പോൾ ഇതുപോലെ പോയിൻ്റായിട്ട് ആവശ്യമുള്ള മാത്രം എഴുതി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് എഴുതാറുള്ളത്. നോട്ട് എഴുതി കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓരോരുത്തരുടെ കംഫർട്ടബിളാണ് കേട്ടോ. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി ഞാൻ പിന്നെ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് മാത്രം നോക്കുന്ന ടൈം ഉണ്ടല്ലോ. പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും പെട്ടെന്നായിരിക്കും അടുത്ത് മെയിൻസ് വരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഇത് എഴുതാനുള്ള ടൈമൊന്നും കിട്ടില്ല. ആ ഒരു സമയത്ത് നമ്മൾ PDF നോക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ നോട്ട് എഴുതുന്നതാണോ അതോ വീഡിയോ കണ്ട് പഠിക്കുന്നതാണോ അല്ലെങ്കിൽ ഡെയിലി ന്യൂസൊക്കെ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് പഠിക്കുന്നതാണോ, ഏതാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് കറണ്ട് അഫയേഴ്സും കൂടെ ഒന്ന് നോക്കി പോകട്ടോ. പിന്നെ അഫയേഴ്സ് ക്ലൗഡിൽ തന്നെ ഇതുപോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് PDF ആയിട്ടല്ല. PDF വേണമെന്നുണ്ടെങ്കിൽ അഫയേഴ്സ് ക്ലൗഡിൻ്റെ ടെലഗ്രാം ചാനലിലേ അത് ഉണ്ടാവുള്ളൂ.
പിന്നെ അതുമല്ല അത് നമുക്ക് റെഗുലറായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഡെയിലി ന്യൂസ് ആണെങ്കിൽ നമ്മൾ എഴുതി പോവുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നമുക്കടുത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ പഠിച്ചാലും 1.5 മണിക്കൂറിൽ കൂടുതലൊന്നും ഈ ഒരു കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇത് പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എക്സാമിന് നമുക്കൊരു ലിമിറ്റ് വരെ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ആ ഒരു ടൈം അനുസരിച്ച് ഇത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.